കോർപ്പറേറ്റുകൾ വിപണി പിടിച്ചടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പണം എങ്ങനെ അപ്രത്യക്ഷമാകുന്നു? എനിക്ക് മാത്രമാണോ എന്നറിയില്ല ഈ സംശയം. ഞാൻ പലരോടും തിരക്കി. എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. മറ്റൊന്നുമല്ല, അതായത് പണ്ട് നമ്മുടെ നല്ല കച്ചവടം സമയങ്ങളിൽ നമുക്ക് വളരെ ചെറിയ ചെലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? എല്ലാം പോയില്ലേ. കച്ചവടം കുറഞ്ഞിരിക്കുന്നു, എന്നാൽ ചെലവ് കൂടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ കടയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ കടയിലെ ലാഭം ആ നാട്ടിലെ മറ്റൊരു കടയിലോ പച്ചക്കറി മാർക്കറ്റിലോ അല്ലെങ്കിൽ അയാളുടെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിക്കുമ്പോൾ ആ പണം നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോക്കൽ എക്കണോമി എന്നാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി, ഉദാഹരണത്തിന് അംബാനി, അദാനി അതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റു വിദേശ കമ്പനികളോ നമ്മുടെ മാർക്കറ്റിൽ വന്ന് ലാഭമുണ്ടാക്കുന്നു. എന്നാൽ ആ ലാഭം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമോ? ഇല്ല. അത് അവരുടെ ഹെഡ് ഓഫീസുകളിലേക്കോ വിദേശ ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ ഓഹരി വിപണിയിലേക്കോ പോകും. ആ പണം നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുടെ കയ്യിൽ എത്താൻ വളരെ പാടാണ്. ചെറുകിടക്കാർ ലാഭം കിട്ടിയാൽ ഉടനെ അത് ചിലവാക്കുകയോ വീണ്ടും നിക്ഷേപിക്കുകയോ ചെയ്യും. എന്നാൽ കോർപ്പറേറ്റുകൾ അങ്ങനല്ല ചെയ്യുന്നത്. അവർ ലാഭം വലിയ നിക്ഷേപങ്ങളായി മാറ്റുന്നു. ഇതിനെ പറയുന്ന പേരാണ് ലിക്വിഡ് ക്യാഷ് അഥവാ പണത്തിന്റെ ലഭ്യത കുറയ്ക്കൽ. മാർക്കറ്റിൽ പണമില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉദാഹവ, ആളുകൾ വാങ്ങൽ ശേഷി കുറയുന്നു. പണ്ട് 10 ചെറുകിട കച്ചവടക്കാർ ചെയ്തിരുന്ന ജോലി ഇന്ന് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം മെഷീനുകളുടെയോ ആപ്പുകളുടെയോ സഹായത്തോടെ ചെയ്യുന്നു. 10 കുടുംബങ്ങളിലേക്ക് കിട്ടേണ്ട വരുമാനം ഒരാളിലേക്ക് ചുരുങ്ങുന്നു. ലാഭം ഒരാളിലേക്ക് ചുരുങ്ങുമ്പോൾ ബാക്കി എല്ലാവരും ദരിദ്രരാകുന്നു. ഇത് തന്നെയാണ് നമ്മൾ സാമ്പത്തിക മാന്ദ്യത്തിൽ എത്താനുള്ള ഒന്നാമത്തെ കാരണം. ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് മാത്രമല്ല, ഇൻഫ്ലേഷൻ. പണ്ട് നമ്മൾ 100 രൂപ കൊടുത്തായിരുന്നു സാധനം വാങ്ങിയിരുന്നത്. ഇന്ന് 200 രൂപയെങ്കിലും ആ സ്ഥാനത്ത് കൊടുക്കേണ്ടി വരും. സാധനങ്ങളുടെ വില കൂടുകയും പണത്തിന്റെ മൂല്യം കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വിലക്കയറ്റം സാമ്പത്തിക മാന്ദ്യത്തിന് മറ്റൊരു കാരണമാകുന്നു. പൈസയുടെ മൂല്യം കുറയുമ്പോൾ ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡീസൽ വില കൂടുകയും അതിലൂടെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇന്ധനവില കൂടുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഉദാഹവ, നമ്മുടെ പുക കാണാതെ ഇവറ്റകൾ അടങ്ങില്ല. ഡീസലിന്റെ വില കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കടത്തുകൂലി കൂടുകയും അത് കച്ചവടക്കാരെയും സാധാരണക്കാരെയും ഒരേപോലെ ബാധിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഡിവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തീരുന്നോ? ഇല്ല. നമ്മുടെ ചെലവ് രീതിയിൽ മാറ്റം വന്നു. പണ്ടുള്ള ചെലവാണോ ഇന്ന്? ആഴ്ച തുണിയെടുപ്പ്, ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് പോവാ. പണ്ട് ഇത് വല്ലതും ഉണ്ടോ? പണ്ടുള്ള ആളുകൾക്ക് വസ്ത്രവും ഭക്ഷണവും ഇത് മാത്രം മതിയായിരുന്നു. പിന്നെ ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി EMI ഇല്ലാതെ ഇന്ന് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. EMI കാര്യം പറയുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ പറയാതെ പോവാൻ പറ്റത്തില്ല. എത്ര കുടുംബങ്ങളാണ് ഇന്ന് ലോണും മറ്റും എടുത്ത് ദുരിതം അനുഭവിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്നവർ എത്രയാണ്? കടക്കെടുതിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എല്ലാം വിട്ടുപറക്കി കടത്തിണ്ണയിൽ ഇറങ്ങിയവർ, നട്ടം തിരിയുന്നവർ, നാട് വിട്ടവർ, അഭിമാനം നഷ്ടപ്പെട്ടവർ. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല കേട്ടോ. അത് പറഞ്ഞാൽ ഇന്ന് വിഷയം തീരില്ല. അതുകൊണ്ട് ആ വിഷയം ഞാൻ വിട്ടിട്ട് പഴയ വിഷയത്തിലോട്ട് പോവുകയാണ്. മുമ്പ് ആളുകൾ കടകളിൽ പോയി സാധനം വാങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാത്രമാണോ? ഓൺലൈൻ. ഓൺലൈനിന്റെ അതിപ്രസരം, വല്ലാത്ത പ്രസരമാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ആപ്പുകളാണ് ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നത്. വിരൽത്തുമ്പിൽ എത്തിയല്ലേ സാധനങ്ങൾ, ഞെക്കിയാ പോരെ. ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരുടെ കാര്യം എല്ലാം അധോഗതി. സാമ്പത്തിക മാന്ദ്യത്തിന് ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലോകം മുഴുവനും ഇതാണോ അവസ്ഥ? ലോകം മുഴുവനും മുങ്ങി ചത്തോണ്ടിരിക്കുകയാടേ. ഒരു രക്ഷയില്ല. അത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു അവസാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒന്ന് മക്കളെ, കട്ടപ്പുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ പ്രതിസന്ധി കൂടി വരുമെന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും അവരുടെ സ്വന്തം മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അവരുടെ പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സാമ്പത്തിക വളർച്ചയും നിക്ഷേപങ്ങളും എല്ലാം മെല്ലെയാവും. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഇനി ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹപൂർവം
നന്ദി, നമസ്കാരം.